എന്താ പറയുക, അതിതീവ്രമായ സമ്മറാണ്. 35 to 40 ഡിഗ്രിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആവറേജ് ടെമ്പറേച്ചർ വരുന്നത്. ഈ സമയത്ത് നമ്മുടെ വൈപ്പർ ഓൾറെഡി വണ്ടിയിൽ ഫിറ്റഡ് ആണ്. സോ അത് വണ്ടിയിൽ നമസ്കാരം, പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുണ്ട്, അതായത് ഈ അവരുടെ വണ്ടികളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന വൈപ്പർ ബ്ലേഡ്സ് ഈ ഓരോ മഴക്കാലം വരുമ്പം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. അതിൻ്റെ ആൻസർ വളരെ ലളിതമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ യു മസ്റ്റ് ചേഞ്ച് ദ വൈപ്പേഴ്സ് എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് പറയുന്നത്, നമ്മുടെ വണ്ടികളിലിരിക്കുന്ന വൈപ്പർ ബ്ലേഡ്സ് അതൊരു കൺവെൻഷണൽ വൈപ്പർ ആയിക്കോട്ടെ, ഫ്രെയിംലെസ് വൈപ്പർ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് റബ്ബറാണ്. അതിൻ്റെ ടിപ്പ് അതിൻ്റെ മിക്കവാറും സിലിക്കോൺ കോട്ടഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു മഴക്കാലത്ത് അത് ഉപയോഗിച്ചു. അതിന് ശേഷം എന്താ പറയുക, അതിതീവ്രമായ സമ്മറാണ്. 35 to 40 ഡിഗ്രിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആവറേജ് ടെമ്പറേച്ചർ വരുന്നത്. ഈ സമയത്ത് നമ്മുടെ വൈപ്പർ ഓൾറെഡി വണ്ടിയിൽ ഫിറ്റഡ് ആണ്. സോ അത് വണ്ടിയിൽ എക്സ്പോസ്ഡ് ടു ദ സൺ, വെയിലത്ത് കിടക്കാനുള്ള വണ്ടി. സ്വാഭാവികമായിട്ടും ആ ഒരു ചൂടത്ത് ഈ വൈപ്പറിൻ്റെ റബ്ബറിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും, ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, അതിൻ്റെ ടിപ്പൊക്കെ ക്രാക്ക് വരാൻ സാധ്യതകളുണ്ട്. തൊട്ടടുത്ത് വരുന്ന മഴക്കാലത്ത് വീണ്ടും നമ്മൾ ഈ വൈപ്പർ തന്നെ ഉപയോഗിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വൈപ്പിംഗ് പ്രോപ്പർ ആവില്ല, പെർഫെക്റ്റ് ആവില്ല. അത് നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗ്ലാസ്സിന് സ്ക്രാച്ച് വരും, നിങ്ങളുടെ വിഷനെ ബാധിക്കും, ആൻഡ് യു വിൽ എൻഡ് അപ്പ് ഇൻ ഡീപ് ട്രബിൾ. സോ ഐ വുഡ് അഡ്വൈസ് ഇറ്റ്സ് ബെറ്റർ ഓൾവേസ് ടു ചേഞ്ച് യുവർ വൈപ്പേഴ്സ് വെൻ ലൈക്ക് ഒരു മൺസൂൺ സീസൺ വരുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു.